ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആശ. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, കവിത എഴുതിയിടുന്ന കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ കവിത, അതായത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കേട്ടോ, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യം കവിത എഴുതുന്നത്. അതെൻ്റെ ആ കവിത മാത്രമേ പഠിക്കുന്ന സമയത്ത് എഴുതിയ ഒരു കവിതയിൽ അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. ബാക്കിയുള്ള ഒന്നും തന്നെ എനിക്ക് ഓർമ്മയില്ല. ചെറിയ ചെറിയ ഓർമ്മകളേ ഉള്ളൂ. പക്ഷേ ഈ ഒരു കവിത ഞാൻ പഠിക്കുമ്പോൾ എഴുതിയത്, ആദ്യമായിട്ട് എഴുതിയത്. പിന്നെ അത് മാഗസിൻ്റെ അകത്തൊക്കെ വന്നതുകൊണ്ട്, ആ മാഗസിൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനിപ്പോഴും എൻ്റെ വരികളെല്ലാം ഓർത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ആ കവിതയെ ചൊല്ലുവാണ്. 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എഴുതിയൊരു കവിത കേട്ടോ. 12 വയസ്സേ ഉള്ളെന്ന് അന്ന് എഴുതിയ കവിതയാണ്. നിങ്ങൾക്ക് അതിലൊരുപാട് പോരായ്മകളൊക്കെ കാണും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ കവിത ചൊല്ലാം. എനിക്ക് നന്നായിട്ട് പാട്ട് പാടാനൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഇപ്പം ഞാനങ്ങ് ചൊല്ലുവാണ്. എത്രത്തോളം നന്നാകുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. എൻ്റെ കവിതയുടെ പേരാണ് ഒത്തൊരുമ. അന്ന് എഴുതിയ കവിത ഒത്തൊരുമയാണ് കേട്ടോ. ആരിൻ്റെ മക്കളാം നമ്മളെല്ലാം മഞ്ഞൻ്റെ ഭാവം നടിച്ചും കൊണ്ട് പാരിനെ തന്നെ വൃഥാ സംഹരിപ്പിച്ചിരിക്കുന്നു. ഭൂമിയിൽ മേധാവായി വാഴുന്നോർക്കും ഭൂമിയിൽ സ്ഥാനവും ഇല്ലതാനും. അത്ര നാം കശ്മല പരാക്രമികൾ പരസ്പരം പാതകം ചെയ്യുന്നല്ലോ. ഒരേ അമ്മതൻ മക്കളല്ലേ, ജീവൻ തുടിപ്പുകൾ ഒന്നു തന്നെ, രക്തത്തിൻ നിറമൊന്നു തന്നെ, പിന്നെ എന്തിനീ കശ്മലങ്ങൾ? കശ്മലന്മാർ ഭൂമിയെ സംഹരിപ്പിച്ചിരിക്കുന്നു. ഭൂമിയിൽ ഏവർക്കുമേകസ്ഥാനം. നമ്മൾ തന്നേവം വരുത്തി വയ്ക്കും, നമ്മൾ തന്നെ വ്യഥാനുഭവിക്കണം. അന്ധക്കരണമേ നീ തന്നെ ഓതുക, ഭൂമിയിൽ ഏവർക്കും സ്ഥാനമുണ്ടോ? ഇതാണ് ഞാൻ 7ാം ക്ലാസ്സിൽ വെച്ച് ആദ്യമായിട്ട് എഴുതിയ കവിത. ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോയെന്നൊന്നും എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, എന്നെ അറിയിക്കണം, കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെറിയ ചെറിയ കണ്ടൻറ്റുകൾ എനിക്ക് ഇട്ട് തന്നാൽ ഞാൻ കവിതകൾ ചെറിയ ഒരു 4-5 വരികളിലോ കവിതകൾ എഴുതി ഇനി ഇടുന്നതായിരിക്കും. നന്ദി.